നമസ്കാരം. ദാദി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിന്ന് റാന്നിയിലേക്കാണ് യാത്ര. റാന്നി നമുക്ക് വളരെ സമീപത്തായിട്ടുള്ള സ്ഥലമാണ്. കറുകച്ചാലിൽ നിന്നും അധികം ദൂരമില്ല റാന്നിയിലേക്ക്. പക്ഷേ നമ്മൾ ഇന്ന് ഒരു ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നത്. സാധാരണ നമ്മൾ കാറിലും ബസ്സിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കാനായിട്ട് പോകാറുള്ളത്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ നമ്മൾ ഇന്ന് അങ്ങ് പോവുകയാണ്. റാന്നിയിൽ ഒരു വനത്തിനകത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ആ വെള്ളച്ചാട്ടം കാണണം എന്നൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അത് പെരുന്തേനരുവിക്ക് സമീപത്താണ്. റാന്നി പൊന്തൻപുഴ വനത്തിനകത്തൂടെയാണ് ഇന്നത്തെ യാത്ര. പൊന്തൻപുഴ വനം വളരെ പ്രസിദ്ധമാണ്. പൊന്തൻപുഴ വനത്തിനകത്തൂടെ മെയിൻ റോഡ് വേറെയുണ്ട്. എങ്കിലും കുറച്ചും കൂടെ കാടിൻ്റെ ആ ഭംഗി ഒന്ന് ആസ്വദിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വനപാത എടുത്തത്. ഈ റൂട്ടിലും ആളുകൾ താമസിക്കുന്നുണ്ട്. മാളികപ്പുറത്തിൻ്റെ ലൊക്കേഷനായി കാണുന്നതൊക്കെ. ഇത് മാളികപ്പുറം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. ഈ റൂട്ട് കുറേ ദൂരം മാളികപ്പുറത്തിൻ്റെ ലൊക്കേഷൻ ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ സിനിമയുടെ പ്രധാന ഭാഗം ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. മാളികപ്പുറത്തിലെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം ഇതിനടുത്ത് തന്നെയാണ്. നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല, മറ്റൊരു ദിവസം അവിടെ കാണിക്കാം. അവിടെ നിന്നുകൊണ്ട് അവർ ശബരിമല ആസ്വദിക്കുന്ന കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിസുന്ദരമാണ്. ഞങ്ങളിതിന് മുമ്പ് ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെങ്കിലും അത് മറ്റൊരു ദിവസം നമ്മൾ കാണിക്കുന്നതാണ്. ഈ ഭാഗമൊക്കെ മാളികപ്പുറം സിനിമയ്ക്കകത്തുള്ള ഏരിയയാണ്. പെരുന്തേനരുവി ഇവിടെ കടമുരട്ടി എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു. കടമുരട്ടി ഈ സ്ഥലത്തിൻ്റെ പേര് കുടമുരുട്ടി എന്നാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററും കൂടെ മുന്നോട്ട് പോയാൽ പെരുന്തേനരുവി ചെല്ലും. പെരുന്തേനരുവിക്ക് സമീപമാണ്. സ്ഥലത്തിൻ്റെ പേരെന്താ സാർ? കടമുരട്ടി. ഇത് കടമുരട്ടി. കടമുരട്ടി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ. ഈ സ്ഥലം കാഴ്ചയ്ക്ക് വളരെ സുന്ദരമാണ്. നമ്മൾ ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചു. അപ്പൂസും ഭാവിയൊക്കെ കുറേ നേരം ഇവിടെ കളിയായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ബൈക്ക് റൈഡർ ഉണ്ടായിരുന്നു. വളരെ പ്രായം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഇവിടെ വന്നത്. ഈ വനത്തിനകത്ത് ഈ ഏരിയയിൽ അദ്ദേഹം ഒരുപാട് സമയം ഇരുന്നു. അദ്ദേഹം പറയായിരുന്നു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോരാൻ തോന്നിയില്ല. കുറേ നേരം ഇവിടെ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടുന്ന് വണ്ടിയെടുത്ത് പോയത്.
ഒരുപാട് ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ടൂറിനായിട്ടൊക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ ചെന്നാലും ഒരു എൻജോയ്മെൻ്റാണ്. എങ്കിൽ പോലും അപ്പൂസിനെയും വാവിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നതാണ്. അവർക്ക് ഈ കാടും മലകളും അതുപോലെ കോടമഞ്ഞുള്ള സ്ഥലങ്ങളും ഒക്കെ കാണുന്നൊരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂടുതലും അവർ തിരഞ്ഞെടുക്കുന്നത് വ്ളോഗ് എടുക്കുന്നതിനായിട്ടൊക്കെ ഒരു അവധി ദിവസം വരുന്ന സമയത്ത് പോകാമെന്ന് പറയുന്ന സമയത്ത് അപ്പൂസും വാവിയൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ മരങ്ങളും ഒരുപാട് കിളികളൊക്കെ ഉള്ള കാടും അതുപോലെ മലകളും കോടമഞ്ഞും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കൂടുതൽ ട്രാവൽ വ്ളോഗുകൾ ഹിൽ സ്റ്റേഷനുകളൊക്കെയാണ്. ഇതുപോലെ മലകൾക്കിടയിലൂടെയും വനങ്ങൾക്കിടയിലൂടെയും ഒക്കെയുള്ള യാത്രകളാണ് നമ്മൾ കൂടുതലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വളരെ പഴക്കം ചെന്ന ഈ മരങ്ങളും ആ മരങ്ങളിൽ കെട്ടിപ്പിടിച്ച് കയറിയിരിക്കുന്ന ഈ വള്ളിച്ചെടികളും ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന സമയത്ത് ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നൊരു സ്ഥലം വന്ന് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തു. നല്ല സ്ഥലമായിട്ട് തോന്നി കേട്ടോ. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്തെവിടെയോ ആനയുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായി. നന്നായിട്ട് സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ആന എവിടെയോ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. എങ്കിലും വലിയ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമല്ലെന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതിനിടയിൽ ഇങ്ങനെ അപ്പൂസും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്യമൃഗങ്ങളുടെ ഡിസ്റ്റർബൻസ് നമുക്കുണ്ടാകും എന്ന രീതിയിലൊന്നും ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. നല്ല ചൂടൻ പൊറോട്ട സുഹൃത്തുക്കളെ, ഇവിടെ വളരെ നല്ല സ്ഥലം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരാൻ വേണമെങ്കിൽ എല്ലാ സ്നാക്സും ഇവിടെ ഈ വഴിയിലൂടെ നേരെ പോയാൽ നമുക്ക് പെരുന്തേനരുവി കാണാൻ നിൽക്കും. പക്ഷേ ഞങ്ങൾ ഇന്ന് പെരുന്തേനരുവി കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നില്ല. നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഡാമുണ്ട്. ആ ഡാം ഒന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം വനത്തിൻ്റെ നടുക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം ഒന്ന് കാണണം എന്നുള്ളതാണ് ആഗ്രഹം. നമ്മളിതേ ഡാമിൻ്റെ ഏരിയ വന്നു. KSEBയുടെ ആണ്. നമുക്ക് ഡാം ഒന്ന് കാണാം. ഒരു ചെറിയ ഡാമാണ്. ഈ ഡാം ഒന്ന് കണ്ടിട്ട് നേരെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് പോകാം. പെരുന്തേനരുവി ഒരു KSEBയുടെ ഒരു ഏരിയ ആണ്. ഇവിടെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. നല്ല വെള്ളമൊഴുക്കും നല്ല വീതിയുള്ളൊരു ആറാണ്. അപ്പം നല്ല നീളത്തിലൊരു പാലം കിട്ടിയിട്ടുണ്ട്. വീതി കുറഞ്ഞൊരു പാലമാണ്. വലിയ വണ്ടിയൊന്നും പോകത്തില്ല, ചെറുവണ്ടികൾ മാത്രമേ പോകുള്ളൂ. അവിടെ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ കാത്തു നിൽക്കാനുണ്ട്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല രസമാണ്. അപ്പം റാന്നി വരുന്നവർക്ക് പെരുന്തേനരുവിയിൽ വന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു വാട്ടർഫോൾസും എന്നാ പേര്
പനംകുടന്ത എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി കാണാമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോൾ സമയം 2:45. അപ്പം നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളിടാം. ഡാമിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡാമിൽ നിന്ന് നേരെ മുന്നോട്ട് വന്നു ഒരു കയറ്റം കയറി ഇങ്ങനെ വന്നപ്പോൾ ഒരു കുന്നിൻ്റെ ചെരുവിലാണ് ഇപ്പം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകളും ഡാമിലേക്ക് വെള്ളം എത്തിച്ചേരുന്നതും ഡാമിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്നതും ഒക്കെ കാണാൻ കഴിയും. അതൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. വെള്ളം വളരെ കുറവുള്ളൊരു സമയമാണ് ഞങ്ങളിവിടെ എത്തിയത്. എങ്കിലും ഇവിടുത്തെ വനത്തിൻ്റെ ഭംഗിയും ഇതിന് സമീപത്തായിട്ടുള്ള ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ഇതിന് മുകളിൽ നിന്നാൽ നമുക്ക് വളരെ സുഗമമായിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ അവിടെ നമ്മൾ നിന്ന് ആ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പനംകുടന്തയിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ആ പാലം കയറി ഇറങ്ങി ഇടത്തേക്ക് തിരിഞ്ഞ് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴി എപ്പോഴും ഏറ്റവും ടോപ്പിൽ അവിടുന്ന് ആ വഴിയുടെ ഏറ്റവും ടോപ്പിൽ വന്ന സമയത്ത് ഈ താഴെ ഭാഗം കാണാൻ ഭയങ്കര ഷോയാണ്. അവിടുന്ന് വെള്ളം ഒഴുകുന്ന ചെറിയ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്ന കാണാം. അങ്ങ് വരെ വളരെ ദൂരത്തേക്ക് ആ വെള്ളം ഒഴുകി പോകുന്ന ഈ ആറ് വളരെ മനോഹരമാണ് കാണാൻ. പെരുന്തേനരുവി നല്ല രസമാണ്. അങ്ങോട്ട് മാറിയാൽ നമുക്ക് താഴോട്ട് ഇറങ്ങാനൊക്കെ കൂടുതൽ സ്പേസ് ഉണ്ട്. അവിടുത്തെ ബുള്ളറ്റ് വരുന്നതല്ലേ വെള്ളം ചീറ്റുന്നത്. ക്യാമറയിൽ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ വന്ന് കാണുക, അടിപൊളിയാണ്. ഒരു 3-4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു പനംകുടന്തേക്കുള്ള വഴി വെച്ചപ്പോഴത്തേക്ക് ഈ പാലം കയറി ഇറങ്ങി നേരെ പൊക്കോളെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാലം കയറി തിരിച്ച് ഇങ്ങനെ കയറി പോരുകയാണ്. പാലം കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല കയറ്റം. അതുകൊണ്ട് ശ്യാമ് ഓട്ടോയും കൊണ്ട് നിർത്താതെ അങ്ങ് പോയി കളഞ്ഞു. മേലോട്ടും കയറ്റം കയറി ഒന്നും ഇവിടേക്കും സൈഡിൽ ഒതുക്കാനൊക്കത്തില്ല. വഴിക്ക് തീരെ വീതി കുറവാണ്. മറ്റൊരു കാര്യം കയറ്റമാണ്, പിന്നെ എടുക്കാൻ പ്രയാസം വരും ഓട്ടോ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വണ്ടി കുറച്ചും കയറ്റിക്കൊണ്ടങ്ങ് പോയി. ഇതിപ്പം ഒരുവിധം നല്ല വനമാണ്. ആ വനത്തിനകത്തൂടെയുള്ള വീതി കുറഞ്ഞൊരു റോഡാണ്. അപ്പം ഞാൻ ആ ആറ്റിന്ന് കണ്ടോ അവിടെ നിന്നാണ് കയറി വന്ന് അവിടുന്ന് പാലം കയറി ഇറങ്ങി കയറ്റം കയറി വരുന്ന വഴിയാണ്. അതുകൊണ്ട് അവർ അങ്ങ് മുകളിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് പനംകുടന്തയ്ക്ക്. അപ്പോൾ എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് പനംകുടന്ത കാണാം. അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. മനോഹരമായ സ്ഥലമാണ്. 3 തട്ടായിട്ടാണ് വെള്ളം ഒഴുകുന്നതൊക്കെയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം. ഇതിൻ്റെ പേര് കല്ലുവാഴ എന്നാണ്. ഞാനിതിനു മുമ്പ് പലപ്പോഴും ഈ വാഴ കണ്ടിട്ടുണ്ട്. ഇത് കുലച്ച് നിൽക്കുക. അപ്പോൾ ഈ വാഴ ഇവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞതാണ്, കല്ലുവാഴ കണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞ് കാണിച്ചതാണ്. ഇതിൻ്റെ കായൊന്നിനും കൊള്ളത്തില്ല, പക്ഷേങ്കിൽ അതിൻ്റെ കൂമ്പിനകത്തൊരു പൊടിയുണ്ട്. ആ പൊടി ഔഷധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിവിടം വരെ വണ്ടി ഓടത്തുള്ളൂ, പിന്നെ ഇവിടെ വണ്ടി പോകത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ നടക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ വഴി. ഇത്രയും സൗകര്യ വഴിയായിട്ടൊക്കെ ഉള്ളൂ. പിന്നീടൊരു വർഷം നല്ല വഴിയൊക്കെ ആവുമായിരിക്കും. ബൈക്കിലാണ് വരുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും, അവിടം വരെയൊക്കെ പോകാം. എന്നാലും ബുദ്ധിമുട്ടാണ്, നടന്നു പോകുന്നതായിരിക്കും സൗകര്യം. ഏതായാലും അവിടെ ചെന്ന് മുന്നോട്ട് കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി അങ്ങ് നടക്കുക. അവിടെ വഴി കുഴിയായതുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കാട്ടിക്കൂടാ പോകണ്ടേ. ഒരു ചെറിയ കാടാണ്, വനത്തിനകത്താണ് ഈ വാട്ടർഫോൾസ്. നമുക്ക് അതിലൊന്ന് പോയി നോക്കാം. ഇവിടെയുള്ള ഒരു ചേട്ടനാണ് നമുക്ക് വഴി പറഞ്ഞു തന്നെ കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്, താഴേക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തോട്ടപ്പുഴ ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 ചേട്ടന്മാർ വിറകൊക്കെ വെട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് തോട്ടപ്പുഴ ഉണ്ട്, അത് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതൊരു പ്രശ്നമാണ്. എന്നാൽ നമ്മൾ പോവാം. ശകലം തെന്നലുണ്ട്, വഴുക്കലുണ്ട് ഇവിടുത്തെ പാറയ്ക്കൊക്കെ. ഇവിടുത്തെ പാറയിലൊക്കെ വഴുക്കലുണ്ട്. അപ്പോൾ നടന്ന് വരുമ്പോൾ സൂക്ഷിച്ച് വേണം വരാനായിട്ട്. പിന്നെ തോട്ടപ്പുഴയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കരുതിക്കൊണ്ട് വേണം, മുൻകരുതലുകളോടുകൂടി വരിക. ഓ, കരടിയൊന്നുമില്ല, പൊക്കോ. ഇനി കാണും. ഭാവി അവിടെ നിൽക്കേ ഭാവി. ഇറങ്ങാം. അങ്ങനെ നമ്മൾ പനംകുടന്ത വെള്ളച്ചാട്ടം കാണാനെത്തി. വെള്ളം തീരെ കുറവുള്ള സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ റിസ്ക്കായിട്ടുള്ള സമയമല്ല. വളരെ വെള്ളം കുറവാണ്, എങ്കിലും നല്ല മനോഹരമാണ് ഈ കാഴ്ച കാണാൻ. നല്ല മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ കാഴ്ച അടിപൊളിയായിരിക്കും. പക്ഷേ അന്നേരം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുട്ടികളുമൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ഇതാണെന്ന് തോന്നി. സ്വല്പം വെള്ളമൊക്കെ കുറവുള്ള സമയം നോക്കി വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വന്നതാണ്. 3 തട്ടുകളായിട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത്. മലയുടെ ഏറ്റവും മുകളിൽ നിന്നും 3 തട്ടുകളായി താഴേക്ക് വെള്ളം പതിക്കുന്ന കാഴ്ച നമുക്കിവിടുന്ന് കാണാം. 3 തട്ടുകളും നമുക്ക് നേരെ കാണാവുന്ന രീതിയിലല്ല. ആ 3 തട്ടുകളും ഒന്ന് സൈഡിൽ നിന്ന് വന്ന് നേരെ താഴേക്ക് ഇറങ്ങി വീണ്ടും സൈഡിലേക്ക് പോയി അങ്ങനെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ക്യാമറയിൽ ചിത്രീകരിക്കുന്നതിന് അല്പം പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്ന് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി പരിസരങ്ങളിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഇനിയുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ വളരെ വേഗത്തിൽ ഉടനെ പുറകെ വരുന്നതാണ്. അപ്പോൾ കാത്തിരിക്കുക. നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോകളൊക്കെ കാണുന്ന എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മളിനിയും പുതിയ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വേഗത്തിൽ വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.